നാഷണൽ ഹെറാൾഡ് കേസോടെ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ ജയിലിലെത്തുമോ? സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിലിൽ എത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസ് തകർന്നു പോകുമോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഉയരുന്നത്. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഇ ഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ 5000 കോടി രൂപയുടെ ക്രമക്കേടാണ് അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. സാം പിത്രോഡയുടെ പേരും കുറ്റപത്രത്തിലുണ്ട്. ന്യൂഡൽഹി റൌസ് അവന്യൂ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഈ മാസം 25-ന് കോടതി കേസ് പരിഗണിക്കും. ഈ കേസ് നല്ല രീതിയിൽ നടന്നാൽ രാഹുലും സോണിയും അടക്കമുള്ളവർ ജയിലിൽ പോകുമെന്നാണ് ഹർജിക്കാരനായ സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നത്. എന്നാൽ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇ ഡി ഉപയോഗിച്ച് തങ്ങളെ വേട്ടയാടുകയാണെന്നുമൊക്കെയാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്നാൽ ഇതിലൊരു കഴമ്പുമില്ല. 2012-ൽ നാഷണൽ ഹെറാൾഡിനെ സംബന്ധിച്ച വാർത്ത ആദ്യം വരുന്നത് പയനിയറിലാണ്. അതിന് കാരണം മലയാളി മാധ്യമ പ്രവർത്തകനായ ജെ ഗോപികൃഷ്ണനുമാണ്. ജെ ഗോപികൃഷ്ണൻ നാഷണൽ ഹെറാൾഡ് പത്രം പുനഃപ്രസിദ്ധീകരിക്കുന്നു എന്ന് എഴുതിയ ആ വാർത്തയ്ക്ക് റെസ്പോൺസായി തങ്ങൾ പത്രം പുനഃപ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി നൽകിയ മെയിലാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട മൊഴിയായി അല്ലെങ്കിൽ സാക്ഷിയായി വരാൻ പോകുന്നതും ജെ ഗോപികൃഷ്ണൻ തന്നെ. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കുറ്റപത്രം. നാഷണൽ ഹെറാൾഡ് പത്രത്തിന് ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ യങ് ഇന്ത്യൻ എന്ന കമ്പനി വഴി തട്ടിപ്പിലൂടെ കൈവശപ്പെടുത്തിയെന്നാണ് കേസിലെ പ്രധാന ആരോപണമായി വരുന്നത്. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇ ഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച നാഷണൽ ഹെറാൾഡിന്റെ 661 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളും ഇ ഡി ആരംഭിച്ചിരുന്നു. 1937 സ്ഥാപിച്ച പത്രത്തിന്റെ ഉടമകൾ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ 3 പത്രങ്ങളാണ് അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡിന്റെ കീഴിൽ പ്രസിദ്ധീകരിച്ചത്. നാഷണൽ ഹെറാൾഡ് ഇംഗ്ലീഷിലും, ഖാമി ആവാസ് ഉറുദുവിലും, നവജീവൻ ഹിന്ദിയിലും. ഫിറോസ് ഗാന്ധി കുറച്ചുകാലം നാഷണൽ ഹെറാൾഡിന്റെ പാർലമെന്റ് റിപ്പോർട്ടറായിരുന്നു. എന്റെ പോരാളിയായ എഡിറ്റർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച കെ രാമറാവുവും പിന്നീട് ഇന്ത്യൻ പത്രപ്രവർത്തന ചരിത്രത്തിലെ അധികായകന്മാരിലൊരാളായ എം ചലപതി റാവുവും ഈ പത്രത്തിന്റെ എഡിറ്റർമാരായിരുന്നു. കോൺഗ്രസിന്റെ ചരിത്രം പോലെ തന്നെ അധികാര വടംവലിയും ഗ്രൂപ്പിസവും ഒക്കെ ഈ നാഷണൽ ഹെറാൾഡിന്റെ തലപ്പത്തും ഉണ്ടായിരുന്നു. ഇന്ദിരാകാലത്തെ വ്യക്തിപൂജയും അടിയന്തരാവസ്ഥ കാലത്തെ പ്രശ്നങ്ങളും ഒക്കെ നേരത്തെയും ചർച്ചയായിട്ടുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 30 വർഷം തുടർച്ചയായി എഡിറ്ററായിരുന്ന ചലപതി റാവുവിനെ പുറത്താക്കി സഞ്ജയ് ഗാന്ധിയുടെ സുഹൃത്തായ കുപ്രസിദ്ധനായ യശ്പാൽ കപൂർ പത്രത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുകയായിരുന്നു. ഇന്ത്യ സ്വതന്ത്രമായ ശേഷം പത്രത്തിന്റെ ഉടമകളായ അസോസിയേറ്റഡ് ജേർണലിന് നല്ല കാലം തന്നെയായിരുന്നു. വിവിധ കോൺഗ്രസ് സർക്കാരുകളുടെ സഹായത്തോടെ അവർ രാജ്യം മുഴുവൻ ചുരുങ്ങിയ വിലയ്ക്ക് ഭൂമി വാങ്ങി 2000 കോടിക്ക് മുകളിൽ ആസ്തി ഉണ്ടാക്കി. 90കളിൽ തന്നെ അതിന് ആസ്തി ഉണ്ടായിരുന്നു. പക്ഷേ ആസ്തി വർദ്ധിച്ചിട്ടും പ്രശ്നം തീർന്നില്ല. കെടുകാര്യസ്ഥത മൂലം കമ്പനി നഷ്ടത്തിലായി. അതോടെ 2008-ൽ ജീവനക്കാരെ മുഴുവൻ പിരിച്ചുവിട്ട് പ്രസിദ്ധീകരണം തന്നെ നാഷണൽ ഹെറാൾഡ് അവസാനിപ്പിക്കുകയായിരുന്നു. പത്രം നിന്നെങ്കിലും രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും അവർക്ക് കോടികളുടെ സ്വത്തുണ്ടായിരുന്നു. ഇത് സ്വന്തമാക്കാൻ ഗാന്ധി കുടുംബം ഗൂഢാലോചന നടത്തിയെന്നാണ് ഇ ഡി കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് 2000 കോടി രൂപയുടെ ആസ്തിയുള്ള പത്രസ്ഥാപനവും അനുബന്ധ സ്വത്തുക്കളും സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും യങ് ഇന്ത്യ കമ്പനി എന്ന കമ്പനി രൂപീകരിച്ച് ഏറ്റെടുക്കുകയായിരുന്നു. കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ 2000 കോടി വില വരുന്ന സ്ഥാപനത്തിന്റെ ഭൂസ്വത്ത് മറച്ചുവെച്ചാണ് ഈ തട്ടിപ്പിന് കളമൊരുക്കിയത്. ഇരുവർക്കും ചേർന്ന് 38% ഷെയർ, വിശ്വസ്തനായ മോത്തിലാൽ വോറയ്ക്ക് 12% ഷെയർ, കുടുംബ സുഹൃത്തുക്കളായ സുമൻ ദുബൈ, സാം പിട്രോഡ എന്നിവരെ ഓഹരി നൽകി പുതിയ കമ്പനിയുടെ ഡയറക്ടർമാരാക്കി. അതിന് ഏതാനും ദിവസം മുമ്പ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ വെച്ച് ഈ കമ്പനി ഡയറക്ടർമാർ ഒത്തുകൂടി പ്രമേയം പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. അസോസിയേറ്റഡ് ജേർണൽ കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കാനുള്ള 90 കോടി രൂപ പുതിയ കമ്പനിയായ യങ് ഇന്ത്യ 50 ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുക്കുന്നു എന്നായിരുന്നു വാർത്ത. കാലാകാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി കടമായി സ്ഥാപനത്തിൽ നൽകിയ പണമാണ്. ഇതെല്ലാം കൂടി 90 കോടി രൂപ വരും. ഇത് തന്നെ നിയമവിരുദ്ധമാണ്. ഇന്ത്യയിലെ നിയമപ്രകാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതെങ്കിലും കമ്പനികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ കടം നൽകാൻ കഴിയില്ല. നിയമമനുസരിച്ച് സംഭാവന സ്വീകരിക്കാമെന്ന് മാത്രം. കടം കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരമില്ല. അന്ന് കോൺഗ്രസ് പാർട്ടി ഖജാനയായിരുന്ന മോത്തിലാൽ വോറയായിരുന്നു അസോസിയേറ്റഡ് ജേർണലിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും. ഈ ഏറ്റെടുക്കലാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. വിചിത്രമായ പ്രമേയം വാങ്ങിച്ച ജഡ്ജിമാർ പോലും ഞെട്ടിപ്പോയി. 90 കോടി രൂപയുടെ കടം എങ്ങനെയാണ് 50 ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുക്കുക? സോണിയുടെ രാഹുലിന്റെയും വക്കീലന്മാരായ കപിൽ സിബലും അഭിഷേക് സിംഗ്വിയും ഈ ചോദ്യത്തിന് ഉത്തരമില്ലാതെ ബുദ്ധിമുട്ടി എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്.
90 കോടി രൂപയുടെ കടം വെറും 50 ലക്ഷത്തിന് ഏറ്റെടുത്തതിന്റെ നന്ദി സൂചകമായി അസോസിയേറ്റഡ് ജേർണലും പ്രമേയം പാസാക്കി. അവർ 10 രൂപ വിലയുള്ള തങ്ങളുടെ 9 കോടി ഓഹരി ഏറ്റെടുത്ത് യങ് ഇന്ത്യക്ക് നൽകി. അതോടെ നെഹ്റു കുടുംബം അസോസിയേറ്റഡ് ജേർണലിന്റെ 99.1% ഉടമകളായി മാറി. മറ്റു ഓഹരി ഉടമകളുടെ പങ്കാളിത്തം 0.9% കുറയുകയും ചെയ്തു. ഒറ്റ രാത്രി കൊണ്ട് 2000 കോടി രൂപ ആസ്തിയുള്ള അസോസിയേറ്റഡ് ജേർണലിന്റെ നിയന്ത്രണം യങ് ഇന്ത്യയുടെ കൈവശമായി.